Come in. പറയൂ റോഷൻ. എനിക്ക് സെമിനാറിൽ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് വീട്ടിൽ പോകണം. റോഷൻ പറയുന്നത് റോഷന് സെമിനാറിൽ നിൽക്കാൻ താല്പര്യമില്ല, സെമിനാരി പഠനം നിർത്തി വീട്ടിൽ പോകണമെന്നാണോ? റോഷൻ ഒരു കാര്യം ചെയ്യൂ, വീട്ടിൽ പോകാം. അതിനു മുമ്പായിട്ട് നമ്മുടെ പള്ളിയിൽ പോയിട്ട് അല്പനേരം പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് റോഷന് വീട്ടിൽ പോകാം. ജോസഫ് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയിട്ട് കുറേ നേരമായല്ലോ. ഇനി ആ വഴിക്ക് അവൻ വീട്ടിലെങ്ങാനും പോയോ? ഞാനൊന്ന് പോയി നോക്കട്ടെ. റോഷന്റെ തീരുമാനം എന്താണ്? ഇവിടെ നിൽക്കാൻ താല്പര്യം. ഓക്കെ, ഞാൻ ആദ്യം തെറ്റി ഭയങ്കര തെറ്റായിട്ട് എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അത് എൻ്റെ വികാരം കൊണ്ടോട് എടുത്ത തെറ്റാണത്. എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഇവിടെ നിൽക്കണം എന്നാണ് ആഗ്രഹം. അച്ഛനതിന് സമ്മതിക്കണം. പിന്നെ ഞാൻ പള്ളിയിലൊന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എൻ്റെ തെറ്റ് എന്താണെന്ന്. എനിക്ക് ഇവിടെ നിൽക്കണമെന്നുള്ള താല്പര്യം. റോഷന് സെമിനാരി ജീവിതം തുടരാൻ ആഗ്രഹമല്ലേ? പ്രാർത്ഥനയില് റോഷനെടുത്ത തീരുമാനം തെറ്റാണെന്ന് മനസ്സിലായി. ഇപ്പൊ തീരുമാനം സെമിനാരി ജീവിതം കണ്ടിന്യൂ ചെയ്യുക. സോ യു ആർ ഹാപ്പി നൗ? ബ്രദേഴ്സ്, നമ്മുടെ ബ്രദർ റോഷൻ എൻ്റെ അടുത്ത് വന്ന് ഈ സെമിനാരി ജീവിതം അവസാനിച്ച് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, റോഷന് വീട്ടിൽ പോകാം. പോകുന്നതിന് മുമ്പായിട്ട് അല്പസമയം നമ്മുടെ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ റോഷൻ അതനുസരിച്ചു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ റോഷന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായി. റോഷൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് വീട്ടിൽ പോകണ്ട, ഞാൻ എൻ്റെ പെട്ടെന്നുള്ള വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണ് ആ തീരുമാനം എടുത്തത്. എനിക്ക് സെമിനാരി ജീവിതം കണ്ടിന്യൂ ചെയ്യണം. ഞാൻ സെമിനാരി ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ റോഷൻ വരും, നമുക്ക് സ്റ്റഡി ഹോളിലോട്ട് പോകാം. അപ്പം നമ്മൾ ഇതിൽ നിന്നൊരു പാഠം പഠിക്കണം. നമ്മൾ പഠിക്കേണ്ട പാഠം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ചില അവസരങ്ങളിൽ പ്രലോഭനങ്ങളും സംശയങ്ങളും ഡിഫിക്കൽട്ടായ, അതായത് ഹാർഡായ ചില മൊമെൻ്റൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പോൾ ആ അവസരങ്ങളിൽ നമ്മൾ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കില്ല. ഇങ്ങനെയുള്ള പ്രലോഭനങ്ങളും ഈ ഡിഫിക്കൽട്ട് സിറ്റുവേഷനും എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. അത് അച്ഛന്മാരായാലും കന്യാസ്ത്രീമാരായാലും സെമിനാരിക്കാരായ നിങ്ങളായാലും, കൂടാതെ വിവാഹ ജീവിതം കഴിക്കുന്ന ദമ്പതികളുടെ ജീവിതത്തിലും ഇത്തരത്തിലുള്ള ഈ പ്രലോഭനങ്ങളും കൺഫ്യൂഷനും ഈ ഹാർഡായിട്ടുള്ള സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് തീരുമാനമെടുത്ത് നമ്മൾ തെറ്റിപ്പോകാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? അല്പനേരം നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവും. അപ്പം ശാന്തമായ മനസ്സിന് മാത്രമേ ശരിയായ തീരുമാനം എടുക്കുവാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അതാണ് പ്രാർത്ഥനയുടെ ശക്തി. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ആ ഡിഫിക്കൽട്ട് മൊമെൻറ്റ്സിനെയൊക്കെ, ആ സാഹചര്യങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാവും. പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ജോസഫ് ശാന്തമായിട്ട് പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? മനസ്സ് ശാന്തമായി. ആ പ്രാർത്ഥനയുടെ ശക്തി ജോസഫിന് നല്ലൊരു തീരുമാനം എടുക്കാൻ സഹായിച്ചു. അപ്പം ജോസഫിന് നമുക്ക് സന്തോഷത്തോടെ വീണ്ടും ജോസഫ് ഈസ് ഹാപ്പി ടു കണ്ടിന്യൂ. സോ ജോസഫ്, യു കം ആൻഡ്
കണ്ടിന്യൂസ് ആയിട്ട് നിനക്ക് പഠനം